നിങ്ങൾ പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും അബദ്ധം പറ്റുമോ, എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാവോ, എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാവോ എന്നുള്ള ആ ഒരു ഫിയർ എപ്പോഴും ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല, പാർട്ട്ണർ നമ്മളെ എന്തൊക്കെ ഒരു കുറവുള്ള ഒരാളായിട്ടാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ചെയ്യാം നമ്മൾ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിനകത്താണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ്, ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിനകത്ത് എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് സർവൈവ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നാർസിസ്റ്റിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് എംപതി എന്ന് പറയുന്ന ഒരു സാധനം ഒട്ടും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഒരു സൈഡിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുക എന്ന് പറയുന്നത് അവർക്ക് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പുകഴ്ത്തണം. അവർക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും. അവരാണ് ടോപ്പ്, അവരുടെ കീഴിലായിരിക്കണം എല്ലാവരും ഉണ്ടായിരിക്കേണ്ടത്. എല്ലാവരും അവർക്കൊരു അഡ്മിറേഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിറ്റിസിസമാണ്. നമ്മൾ പാർട്ട്ണറിൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിച്ച് അതിങ്ങനെ എടുത്ത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് ഈ നാർസിസ്റ്റിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷനാണ്. അവരുടെ കൺട്രോളിൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലും മാനിപ്പുലേഷൻ വർക്കൗട്ട് ചെയ്യും. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലൊക്കെ ഇവർ ഇത്രയും നല്ലൊരാൾ, നമ്മളത്രയും കൺസിഡർ ചെയ്യുന്ന ഒരാളെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പോകെ അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തെടുക്കും. അവരുടെ കൺട്രോൾ നമ്മളായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതവർ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ടൂളാണ്. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം, എന്തെങ്കിലും ഒരു പെരുമാറ്റം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടില്ല, സൈലൻ്റ് ആയിരിക്കും. നമ്മൾ തന്നെ ഡൗട്ട് അടിക്കും, എന്താ പ്രശ്നം പറ്റിയത്, ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ, എന്താണ് എൻ്റെ മിസ്റ്റേക്ക്, എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ എന്താണ് കാര്യം എന്നറിയാതെ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ആണോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്താൽ മാത്രമേ ഇവർ നമ്മളുടെ അടുത്ത് മിണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ ഫിലിമിൽ സുരാജും ഈ പെൺകുട്ടിയും കൂടെ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. സാധാരണ വീട്ടിൽ ഇയാൾ ടേബിളിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ കഴിക്കുക. പക്ഷേ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇയാൾ നല്ല നീറ്റായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾ സാധാരണഗതിയിൽ ഒരു പാർട്ട്ണറിനോട് നമ്മൾ പറയുന്ന പോലത്തെ ഒരു തമാശയായിട്ട് അവൾ പറഞ്ഞു, നന്നായിട്ട് കഴിക്കാനൊക്കെ അറിയാമല്ലേ എന്ന്. പക്ഷേ ഉടനെ ഇയാൾ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ ഇയാൾ കുറേ നേരത്തെ ഇവളോട് മിണ്ടുന്നില്ല. ഇവൾക്ക് തന്നെ പിന്നെ നമുക്ക് അതിങ്ങനെ കാണാം, അവളുടെ ഉള്ളിൽ ആ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് ആ സീനിൻ്റെ സീക്വൻസിൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ലാസ്റ്റ് അവൾ സോറി പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ അവൾ കൺവിൻസ്ഡ് അല്ല ഞാൻ ചെയ്തതൊരു മിസ്റ്റേക്കാണ്. പക്ഷേ അവളവിടെ സോറി പറയാൻ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത് ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കാരണം. ഇത് നാർസിസ്റ്റുകൾ ഉപയോഗിക്കുന്നൊരു ട്രിക്കാണ്. മറ്റൊരു കാര്യം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുക, നമ്മൾ പറയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ പാർട്ട്ണർ നാർസിസ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പാർട്ട്ണറിനോട് പറഞ്ഞു, ഇന്നിങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ പക്ഷേ നമ്മളത് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ആൾ ബിഹേവ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ, ഇത് കുറേ പ്രാവശ്യം ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് വരും, എൻ്റെ മെമ്മറിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ്. വേറൊരു കാര്യം നാർസിസ്റ്റുകൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മളിൽ നിന്നും അകറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളുടെ ഗേൾ ഫ്രണ്ട് നാർസിസ്റ്റാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സുള്ളൊരു വ്യക്തിയായിരുന്നു. ഈ ഗേൾ ഫ്രണ്ട് വരുന്നതിന് മുമ്പ് ഇയാൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ ഗേൾ ഫ്രണ്ട് ഓരോ ആൾക്കാരെയും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു, അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ല, അവർ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിങ്ങനെയാണ്, അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറയണേ എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാതിരിക്കുക, പല രീതിയിൽ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ നമ്മളിൽ നിന്ന് അകറ്റുക. അത് ഫ്രണ്ട്സ് തന്നെ ആവണം. ഈ ഉദാഹരണത്തിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, നമ്മുടെ കൊളീഗ്സ് ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് അവസാനം നമുക്ക് ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക. സർവൈവ് ചെയ്യാമെന്നുള്ളത്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യെസ് ഓർ നോ, ഞാനത് ചെയ്യും അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല, അത് ക്ലിയർ ആയിരിക്കണം. കാരണം നമ്മളെ താഴേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല ഡ്രാമയും കളിക്കും. ആ ഡ്രാമയിലൊന്നും വീണു പോകാതെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇല്ല, എനിക്ക് പറ്റില്ല, അത്ര തന്നെ, അതിനപ്പുറത്തേക്കില്ല, ഒന്നും ചോദ്യം ഉത്തരവൊന്നും വേണ്ട. അവർ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്ത് ഈ പവർ ഗെയിമിന് പോകരുത്. അവർ എപ്പോഴും നമ്മളുടെ അടുത്തൊരു ആർഗ്യുമെൻറ്റിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു നാർസിസ്റ്റുമായിട്ട് ആർഗ്യൂ ചെയ്ത് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പം ഒരു ആർഗ്യുമെൻറ്റിന് പോയി കഴിഞ്ഞാൽ, ഒരു ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ തോക്കും. അഥവാ ഒരു തോൽക്കുന്ന ഘട്ടം വരുമ്പോൾ ഇവർ ഫിസിക്കലി നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പവർ ഗെയിമിൽ പങ്കെടുക്കാതിരിക്കുക. ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇവരെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം, നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഒരു രീതിയിൽ ഇമോഷണലി അവരെ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മളുടെ സന്തോഷത്തിന് അവരിൽ നിന്നും ഒരു വാലിഡേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് നമ്മൾ അവരെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന രീതിയിൽ നിൽക്കാതെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ചെയ്യണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഉറപ്പുള്ള, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവരെ അവരെ ഒരിക്കലും ഈ നാർസിസ്റ്റുമായിട്ട് എന്താ പറയുക മിങ്കിൾ ചെയ്യിക്കാതെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇനി അഥവാ നമുക്കങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഇല്ല, നമ്മളൊരു തെറാപ്പിസ്റ്റിനെയോ ആരെങ്കിലും കണ്ട് നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാതെ കേൾക്കാനും ഒക്കെയുള്ള ആളുകളെ നമ്മൾ വെക്കണം. പിന്നെ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. അതായത് എക്സസൈസും അതുപോലെ നമുക്കറിയാം ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ നമ്മൾ കുറേ കാലം ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇമോഷണലി ഡൗൺ ആവും, നമ്മളുടെ സെൽഫ് എസ്റ്റീം കുറയും, നമ്മൾ ആ ഒരു സെൽഫ് കെയർ കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെൽഫ് കെയറും നമ്മളുടെ ഹെൽത്തും നമ്മുടെ ബ്യൂട്ടിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതൽ ചെയ്യുക, നമ്മുടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് നാർസിസ്റ്റിൻ്റെ കൂടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. കാരണം അവരുടെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടുള്ള ഒരു അബ്യൂസൊക്കെ ഒരു പരിധി വിട്ട് വരുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സേഫായിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. കാരണം ഈസിയായിട്ട് ഒരു നാർസിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഇല്ല എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. കാരണം അവർ പലതരത്തിലും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഗ്യാസ് ലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ടൊരു പ്ലാനിങ് വേണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ആവണം. എന്നിട്ട് നമ്മൾ എന്താ പറയുക അവിടുന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ പോകാമെന്നുള്ളതാണ് നാർസിസ്റ്റിൻ്റെ അടുത്തുള്ള എക്സിറ്റ് പ്ലാനിൽ ഫസ്റ്റ് വരുന്നത്. കാരണം നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ പല സൂത്രങ്ങൾ ഉപയോഗിക്കും. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ സേഫായിട്ടുള്ളൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും കിട്ടുന്ന രീതിയിൽ ഒരു പീസ് ഓഫ് മൈൻഡ് വേണം. അതിന് വേണ്ടിയിട്ട് എന്താണോ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.